കാർൽ മാർക്സ് എന്നാണ് ചരിത്ര പുസ്തകത്തിൽ. ശ്രീ എം എൻ കാർശ്ശേരി നമുക്കൊപ്പം തുടരുന്നുണ്ട്. കാർശ്ശേരി മാഷ് കേട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത് വളരെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു പ്രസ്താവനയാണത്. എന്താണ് കാരണം വെച്ചാല്, ഒരു മഹാപണ്ഡിതനും മഹാഗവേഷകനുമായ ഒരാളെപ്പറ്റി ഒരു ഡോക്ടറായ, കാര്യമായ ആധുനിക വിദ്യാഭ്യാസം കിട്ടിയ ഡോക്ടർ എം കെ മുനീർ, അദ്ദേഹം എന്റെ സുഹൃത്താണ്, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു എന്നുള്ള അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. വൃത്തികെട്ടവൻ എന്നൊക്കെ അദ്ദേഹത്തെ വിളിക്കുക എന്ന് പറയുന്നതൊക്കെ ഗവേഷണത്തോടും വിജ്ഞാനത്തോടും അദ്ദേഹം തന്റെ ആദർശങ്ങളോട് കാണിച്ച പ്രതിബദ്ധതയോടും ഉള്ള വലിയ നിന്ദനമാണ്. മാർക്സ് അദ്ദേഹം അധികം ജീവിച്ചത് ലണ്ടനിലാണ്, മരിച്ചത് അവിടെയാണ്, അടുത്തത് അവിടെ. അദ്ദേഹം ജനിച്ചത് ജർമ്മനിയിലെ ട്രയർ എന്ന് പറയുന്ന നഗരത്തിലാണ്. അതിപ്പോഴും ചെറിയ നഗരമാണ് ട്രയർ. അവിടെ ഒരു സമ്പന്ന കുടുംബത്തില് ഒരു അച്ഛന്റെ മകനായിട്ടാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം ജീവിതത്തിൽ അനുഭവിച്ച ദാരിദ്ര്യം മുഴുവൻ തന്റെ ഗവേഷണത്തിനും പഠനത്തിനും എഴുത്തിനും വേണ്ടിയായി. പിന്നെ എംഗൽസ് ഇതുപോലെ ജർമ്മൻകാരനാണ്. അദ്ദേഹം ഉപ്പർത്താൽ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. എംഗൽസിന്റെ അച്ഛൻ വലിയ പണക്കാരനായിരുന്നു. മാഞ്ചസ്റ്ററിൽ അദ്ദേഹത്തിന് ബിസിനസ് ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും മാർക്സിന് വലിയ ജോലി കിട്ടുമായിരുന്നു. മാർക്സ് ജോലിക്ക് പോവാതിരുന്നത് അദ്ദേഹത്തിന് ഈ ഗവേഷണം പൂർത്തിയാക്കേണ്ടതുകൊണ്ടാണ്. ഇത് ഗവേഷണം, അദ്ദേഹം എക്കണോമിക്സിൽ PhD ഉള്ള ഒരാളാണ് മാർക്സ്. അദ്ദേഹത്തിന് ജോലിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ ജെന്നി മാർക്സ് വലിയൊരു കോടീശ്വരന്റെ മകളാണ്. അപ്പൊ അവര് ഈ ത്യാഗം മുഴുവൻ സഹിച്ചത്, ദാരിദ്ര്യം മുഴുവൻ അനുഭവിച്ചത് ഈ അധ്വാനിക്കുന്ന വർഗത്തിന്റെ മോചനത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ചിന്തയ്ക്ക് വേണ്ടിയാണ്, അതിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. അപ്പോ ഈ തരത്തില് വ്യക്തിപരമായി ഇത്ര വലിയൊരു മനുഷ്യനെ ഇങ്ങനെ അധിക്ഷേപിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കമ്മ്യൂണിസം എന്നുള്ള ആദർശത്തെ വിമർശിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. ഇപ്പോ പിണറായി വിജയന്റെ ഗവൺമെന്റിനെ വിമർശിക്കണമെങ്കിൽ അതിന് കാർൽ മാർക്സിന്റെ മഹത്വത്തെ നിന്ദിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ദൗർഭാഗ്യകരമാണ്. മാർക്സിന്റെ വ്യക്തിജീവിതം ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഈ മദ്യത്തിന് അടിമയായി എന്നൊക്കെ പറയുന്നത് യൂറോപ്പിലെ ഒരുമാതിരി എല്ലാ നാടുകളിലും എല്ലാ ആളുകളും മദ്യം കഴിക്കും. അത് ഇവിടുത്തെ മാതിരി ഒന്നുമല്ല. അതൊക്കെ അറിയുന്ന ആളാണ് മുനീർ. അതെ, അദ്ദേഹത്തിന്റെ ആ ജെൻഡർ ഇക്വാളിറ്റിയെ കുറിച്ചുള്ള പ്രസംഗവും ഒക്കെ വലിയ വിവാദമാകുന്നുണ്ട് ഇപ്പോൾ. എന്തുകൊണ്ട് പിണറായി വിജയന് ചുരിദാറിട്ടുകൂടാ എന്ന രീതിയിലുള്ള പരാമർശങ്ങളും ഒക്കെ ഇതേ വേദിയിലാണ് അദ്ദേഹം നടത്തിയത്. അതൊക്കെ വലിയ കഷ്ടമാണ്. എന്താ വെച്ചാൽ അദ്ദേഹം ഒരു നമുക്ക് യാഥാസ്ഥിതികമായ മനോഭാവമുള്ള ഒരാളാണ് അദ്ദേഹം. നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. അദ്ദേഹം മന്ത്രിയാവുമ്പോഴാണ് ഒരു ട്രാൻസ്ജെൻഡർ പോളിസി കേരളത്തിൽ കൊണ്ടുവരുന്നത്. ഉമ്മൻചാണ്ടിക്കും അദ്ദേഹത്തിനുമാണ് അതിന്റെ ക്രെഡിറ്റ്. ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രി. അപ്പൊ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കുള്ള എല്ലാ അവകാശങ്ങളും വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് ട്രാൻസ്ജെൻഡറുകൾക്ക് ഉണ്ട് എന്ന് എന്റെ ധാരണ ശരിയാണെങ്കിൽ ആദ്യം ഒരു പോളിസി രൂപീകരിക്കുന്നത് കേരളമാണ്. അപ്പൊ ആ തരത്തിലൊക്കെ ഉയർന്ന് ചിന്തിച്ചിട്ടുള്ള ഒരാളാണ് മുനീർ. അത് എന്തിനാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ മാർക്സിന് അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ക്യാപ്റ്റൻ എന്നുള്ള സ്ത്രീയില് ഒരു കുട്ടി എന്നുള്ളത് സത്യമാണ്. അത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവര് ദരിദ്ര കുടുംബമാണ്. അവർക്ക് വേലക്കാരിയൊന്നുമില്ല. മാർക്സിനോട് വളരെ ആദരവുണ്ടായിരുന്ന ഒരാളാണ് ക്യാപ്റ്റൻ എന്ന് അവർ വിളിച്ചിരുന്ന സ്ത്രീ. അപ്പോ യൂറോപ്പിൽ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അവരിപ്പോ ഈ ഇവിടുത്തെ ആളുകളുടെ മാതിരി കണ്ടുപിടിച്ച് തലകറങ്ങി ബോധം കെട്ടി റോട്ടിൽ നടക്കുന്ന ഒരാളും അവിടെ എവിടെയും കാണാൻ പറ്റില്ല. അതൊക്കെ മുനീറിന് ആരും പറഞ്ഞു കൊടുക്കാൻ അദ്ദേഹത്തിന് അറിയാമത്. അദ്ദേഹം യാത്ര ചെയ്തിട്ടുള്ള ഒരാളായിരിക്കുമല്ലോ, അല്ലെങ്കിൽ പുസ്തകം വായിക്കുന്ന ഒരാളായിരിക്കും, അല്ലെങ്കിൽ സിനിമ കാണുന്ന ഒരാളായിരിക്കും. അപ്പോ ഇങ്ങനെ ഇപ്പോഴത്തെ ഈ മുമ്പിലിരിക്കുന്ന ചെറുപ്പക്കാരുടെ കയ്യടി വാങ്ങാൻ വേണ്ടി ഇങ്ങനെ വില കുറഞ്ഞ വർത്തമാനം അദ്ദേഹം പറയുന്നത് കഷ്ടമാണ്. അത് തീർച്ചയായിട്ടും നമ്മുടെ രാഷ്ട്രീയ അന്തരീക്ഷം കലുഷമാക്കാനും മലിനമാക്കാനും പരസ്പരം തെറി പറയുന്ന അന്തരീക്ഷം സൃഷ്ടിക്കാൻ മാത്രമേ സഹായിക്കുകയുള്ളൂ. ഇത് കമ്മ്യൂണിസത്തിന്റെയോ മാർക്സിന്റെയോ വിമർശനത്തിന് ഉപകരിക്കുന്ന ഒന്നല്ല ഇത്. ആ വിമർശനം എന്ന് പറയുന്നത്
ഇങ്ങനെ വ്യക്തി അധിക്ഷേപമല്ല, ഇത് ശകാരമാണ്, ഇത് വിമർശനമല്ല. മാർക്സ് എന്ന വ്യക്തി മാതൃകാപുരുഷനാണ് ഇവിടെ ആരും പറഞ്ഞിട്ടില്ലല്ലോ. മാർക്സിസത്തിന്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിന്റെ ഏത് പോരായ്മയെ പറ്റി എപ്പോഴും ഒരാൾക്ക് ചർച്ച ചെയ്യാം. പിണറായി വിജയന്റെ ഗവൺമെന്റിനെ വിമർശിക്കാം. അതും മാർക്സിന്റെ വ്യക്തിയോട് എന്താണ് ബന്ധം? അപ്പോ ആ തരത്തിലുള്ള ക്ഷോഭം ഉണ്ടാക്കുന്ന വർത്തമാനം പറയുന്നത് തീർച്ചയായിട്ടും ഒരു പാകത കുറഞ്ഞ ഒരു നിലപാടാണ്. അദ്ദേഹത്തെ പോലുള്ള ആളുകൾ അത് അങ്ങനെ ചെയ്യാൻ പാടില്ല. അദ്ദേഹം അത് പിൻവലിക്കും എന്നാണ് എന്റെ പ്രതീക്ഷ. ശരി, വളരെയധികം നന്ദി. ശ്രീ എം എൻ കാരശ്ശേരിയാണ് നമ്മളോട് പ്രതികരിച്ചത്. വലിയ ഞെട്ടലുണ്ടാക്കിയെന്നാണ് അദ്ദേഹം ആദ്യം പ്രതികരിച്ചപ്പോൾ. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, കാൾ മാർക്സിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് ഡോക്ടർ എം കെ മുനീർ MSF വേദിയിൽ ഉയർത്തിയിരിക്കുന്നത്. കാൾ മാർക്സിനെ പോലെ വൃത്തിഹീനായ ഒരാളെ ലോകം കണ്ടിട്ടുണ്ടാകില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്താണ് താങ്കളുടെ പ്രതികരണം?